ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മനഃശാസ്ത്ര ടെക്നിക്കാണ്. അതാണ് ഫുട്ട് ഇൻ ദി ഡോർ ടെക്നിക്ക്. ഇതിൻ്റെ തൊട്ട് മുമ്പ് കണ്ട വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൻ്റെ നേരെ വിപരീതമായൊരു സംഗതിയാണിത്. ഇതിൽ നമ്മൾ ഒരു ചെറിയ അഭ്യർത്ഥന നടത്തി ഒരു കാര്യം ചെയ്യാൻ ആളുകളെ സമ്മതിപ്പിക്കുന്നു. പിന്നീട് അത് വലിയൊരു അഭ്യർത്ഥനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആദ്യത്തെ ചെറിയ കാര്യത്തിന് അതെ എന്ന് പറഞ്ഞാൽ പിന്നീട് അത് വലിയൊരു കാര്യം ചെയ്യാനും തയ്യാറാണ്. ഇതിലുള്ള മനഃശാസ്ത്രം എന്തെന്നാൽ ആദ്യത്തെ ചെറിയ കാര്യത്തിന് അതെ എന്ന് പറഞ്ഞാൽ പിന്നീട് വലിയൊരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാനും സമ്മതമാണ്. കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ, നിന്നോട് ആരെങ്കിലും ഒരു സഹായം ചോദിക്കുന്നു, നീ ആ സഹായം ചെയ്തു കൊടുക്കുന്നു. പിന്നീട് അവർ നിന്നോട് വലിയൊരു സഹായം ചോദിക്കുമ്പോൾ നേരത്തെ സഹായിച്ചത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് വീണ്ടും സഹായിക്കാം എന്ന തോന്നൽ നിന്റെ മനസ്സിലുണ്ടാകുന്നു. ഉദാഹരണമായി, നിന്റെ സുഹൃത്ത് നിന്നോട് എനിക്ക് നിന്റെ പേനൊന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയ അഭ്യർത്ഥനയിൽ തന്നെ നീ അദ്ദേഹത്തിന് പേന കൊടുത്ത് സഹായിക്കുന്നു. പിന്നീട് അതേ സുഹൃത്ത് നിന്നോട് നിന്റെ നോട്ട്സ് ഒന്ന് കടം തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ അഭ്യർത്ഥനയായിട്ട് നിനക്ക് തോന്നുകയും നേരത്തെ പേന കടം കൊടുത്തത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് നോട്ട്സും കടം കൊടുത്താൽ എന്താ എന്ന തോന്നൽ നിന്റെ മനസ്സിൽ ഉണ്ടാവുകയും നീ അത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഫുട്ട് ഇൻ ദി ഡോർ ടെക്നിക്ക്. അതായത് ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് എത്തിക്കുന്ന ഒരു തന്ത്രമാണിത്. ഈ മനഃശാസ്ത്ര തന്ത്രം അറിഞ്ഞോ അറിയാതെയോ ദിവസവും നമ്മുടെ മുന്നിൽ പലവരും പ്രയോഗിക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, ബന്ധുക്കളുണ്ട്. ചുരുക്കത്തിൽ ദി ഡോർ ഇൻ ദി ഫുട്ട് ടെക്നിക്ക് എന്നത് ഒരാളെ ചെറിയൊരു കാര്യത്തിന് സമ്മതിപ്പിച്ച് വീണ്ടും വലിയൊരു കാര്യം കൂടി സമ്മതിപ്പിക്കുന്ന ഒരു മനഃശാസ്ത്ര തന്ത്രമാണ്. ആളുകൾ തങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നു. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസ് എന്നത് സൈക്കോളജിയിലെ ഒരു പ്രധാന ആശയമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.